രാഷ്ട്രീയ വിവാദങ്ങൾക്കിടെ ആഗോള അയ്യപ്പ സംഗമവുമായി സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും മുന്നോട്ട് തന്നെ. അയ്യപ്പ സംഗമത്തിൻ്റെ ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഇന്ന് സംഘാടക സമിതി ചേരും. യുവതീ പ്രവേശനത്തെ അനുകൂലിച്ച നിലപാട് തിരുത്തുമെന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇപ്പോൾ പറയുന്നത്. സംഗമത്തോട് എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന് ആലോചിക്കാൻ UDFിൻ്റെ യോഗം ഇന്ന് രാത്രി ചേരും. ശരിക്കും കക്ഷി രാഷ്ട്രീയക്കാർക്കൊക്കെ ചില്ലറ പുലിവാൽ ഇതിലുണ്ട്. കാര്യം ഈ സംഗമത്തെ എതിർക്കുകയാണെങ്കിൽ അയ്യപ്പ ഭക്തന്മാരെ എതിർത്തു എന്ന രീതിയിൽ ഭക്തജനങ്ങൾ എതിരാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു സമവായത്തിൻ്റെ വഴി പോകാമോ എന്ന് ആലോചിക്കുകയാണ് ഈവൻ UDF. ശ്രീജിത്ത് തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി ചേർന്നു. പറയൂ ശ്രീജിത്ത്. SKN ഗുഡ് മോർണിംഗ്. സെപ്റ്റംബർ 20-നാണ് ആഗോള അയ്യപ്പ സംഗമം പമ്പ മണപ്പുറത്ത് പമ്പയിൽ വെച്ച് നടത്താൻ നിശ്ചയിച്ചിരിക്കുന്നത്. ആഗോള അയ്യപ്പ സംഗമം പ്രഖ്യാപിച്ചപ്പോൾ മുതൽ ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുണ്ട്. എന്നാൽ വിവാദത്തിനിടയിലും ആഗോള അയ്യപ്പ സംഗമവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് സർക്കാരിന്റെ തീരുമാനം. ഇന്ന് ഉച്ചയ്ക്ക് 3 മണിക്ക് ദേവസ്വം മന്ത്രി VN വാസവന്റെ ഓഫീസിൽ വെച്ച് ഈ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ സംഘാടക സമിതി ചേരും. ഈ ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനും ആളുകളെ ക്ഷണിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾക്കും മറ്റും തീരുമാനിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് സംഘാടക സമിതി ചേരുന്നത്. എന്നാൽ BJP ഉയർത്തുന്ന പ്രധാനപ്പെട്ട ചോദ്യം, സുപ്രീം കോടതി വിധിക്ക് ശേഷം യുവതീ പ്രവേശനത്തെ അനുകൂലിച്ച സർക്കാരിനും ദേവസ്വം ബോർഡിനും ആഗോള അയ്യപ്പ സംഗമം നടത്താൻ എന്ത് അവകാശമാണുള്ളത് എന്ന ചോദ്യമാണ്. ഇതിന് ഉത്തരമെന്നോണം ദേവസ്വം ബോർഡ് യുവതീ പ്രവേശനത്തെ അനുകൂലിച്ച നിലപാട് തിരുത്തുമെന്ന് സൂചന നൽകി. ഇന്നലെ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ദേവസ്വം ബോർഡ് അധ്യക്ഷൻ PS പ്രശാന്ത് നിലപാട് തിരുത്തും, നിയമവിദഗ്ധരുമായി ആലോചിച്ച് തീരുമാനമെടുക്കും എന്ന തരത്തിലുള്ള ഒരു പ്രതികരണം നടത്തിയത്. എന്തായാലും യുവതീ പ്രവേശനത്തിന്റെ കാര്യത്തിൽ UDFിൽ ഭിന്ന നിലപാടുണ്ട്. നല്ല കാര്യമാണെങ്കിൽ അനുകൂലിക്കാമെന്നാണ് മുസ്ലിം ലീഗിന്റെ നേതാവായ PK കുഞ്ഞാലിക്കുട്ടി ഇന്നലെ പ്രതികരിച്ചത്. എന്നാൽ കോൺഗ്രസ് ആകട്ടെ ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്നതിനോട് യോജിക്കുന്നുമില്ല. ഇന്ന് പ്രതിപക്ഷ നേതാവ് വിദേശ പര്യടനത്തിന് ശേഷം തിരുവനന്തപുരത്ത് തിരിച്ചെത്തുകയാണ്. രാത്രി 7:30 UDFിന്റെ നേതൃയോഗമുണ്ട്. ഈ ഓൺലൈനായി നടക്കുന്ന ഈ യോഗത്തിൽ വെച്ച് UDFിന്റെ ആഗോള അയ്യപ്പ സംഗമത്തോടുള്ള നിലപാട് തീരുമാനിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.